ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അവിൽ മിൽക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അവിൽ മിൽക്ക് വളരെ ഇഷ്ടമാണ്. നമ്മളെല്ലാവരും പുറത്തൊക്കെ പോയി അവിൽ മിൽക്ക് കഴിക്കുന്നവരാണ്. അപ്പോൾ അത് ഈസിയായി നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അവിൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് വെള്ള അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്കിത് റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അവിൽ നല്ല ക്രിസ്പായിട്ടിരിക്കും. നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കിയാലും ഇതിങ്ങനെ ക്രിസ്പായിട്ടിരിക്കും ചെയ്യും, തണുത്ത പോലെ ഇരിക്കില്ല. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. വെള്ള അവിൽ തന്നെ വേണമെന്നൊന്നും നിർബന്ധമല്ല. സാധാരണ നമ്മളുടെ ബ്രൗൺ നിറത്തിലുള്ള അവിലായാലും കുഴപ്പമില്ല, അതും നല്ല തന്നെയാണ് അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലവണ്ണം റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ അവിൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് 4 പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് മൈസൂർ പഴമാണ്. അപ്പോൾ നമുക്ക് ഈ പഴം ഒരു ബൗളിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നാവും. പിന്നെ നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും പഴം മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു ഫോർക്ക് വെച്ച് ഉടക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് വെച്ചത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പഞ്ചസാര പഴം നല്ലവണ്ണം ഒരു ക്രീമി പരുവാവും. അപ്പോൾ അതുവരെ നമ്മളൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ഉടഞ്ഞു വന്നോളും. ആ കൂട്ടത്തിൽ പഞ്ചസാരയും മെൽറ്റായി വന്നോളും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേസ്റ്റ് ആക്കി എടുക്കൊന്നും വേണ്ട, നമുക്ക് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ വേണം ഈ പഴം. അപ്പോൾ ഇതിപ്പോൾ നല്ലവണ്ണം ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്, നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അവിൽ മിൽക്ക് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ പിന്നെ ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ്. ഇത് കാച്ചിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പം ഞാനിപ്പോൾ അവിൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഈ പഴവും പഞ്ചസാരയും മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1/4 ഭാഗത്തോളം 1/2 ഭാഗത്തോളം ഒക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് അവിലിട്ട് കൊടുക്കാം. നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത അവിലാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും നമ്മുടെ അവിൽ ഇതിൽ കിടക്കുക. അപ്പോൾ ഇത് ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പീനട്ട്സ് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. നമുക്ക് റോസ്റ്റ് ചെയ്ത പീനട്ട്സ് വാങ്ങാൻ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇതിവിടെ വീട്ടിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊരു 3-4 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പീനട്ട്സ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ യൂസ് ചെയ്യാം. പിന്നെ അവിൽ മിൽക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പീനട്ട്സ് ധാരാളം യൂസ് ചെയ്യും. പിന്നെ ബൂസ്റ്റും അതുപോലെ ഹോർലിക്സും ഒക്കെ ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് നമ്മുടെ അവിൽ മിൽക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുപ്പിച്ച പാല് വേണം എടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി അവിലിട്ട് കൊടുക്കാം. മുകൾ ഭാഗത്ത് കുറച്ച് അവിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ കാഷ്യൂനട്ടൊക്കെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തതിലേക്ക് ചേർക്കാം. അതുപോലെ കുറച്ചും കൂടി സ്പെഷ്യലി ആവണമെങ്കിൽ ഐസ്ക്രീം ചേർക്കാം, ഫ്രൂട്ട്സ് ചേർക്കാം, കുറച്ചും കൂടി നട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ റോസ്റ്റ് ചെയ്ത നട്ട്സും അവിലും പഴവും ഒക്കെ ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ് ഈ അവിൽ മിൽക്കിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വലിയൊരു സ്പൂൺ ചേർത്ത് വെച്ച് നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി അവിലിട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയും കൂടി ഇതിൽ വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിങ്ക്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.